പിന്നെ ആര് എങ്ങനെ രീതിയിൽ സിനിമയെ മോശമായിട്ട് പറഞ്ഞാൽ നല്ല സിനിമയാണെങ്കിൽ ആൾക്കാർ കാണും. അത്രയും പറയാനുള്ളൂ. ദീപകിന് എന്താ തോന്നുന്നു? ദീപക് നിരൂപകനെ പറഞ്ഞപ്പോ നിരൂപകൻ സംസാരിച്ചപ്പോൾ ഇത്തരമൊരു ഇല്ലില്ല, അത് ഞാൻ പറഞ്ഞത് സിനിമ ഇറങ്ങിയത് എല്ലാവർക്കും അവരവൻ ചെയ്ത കാര്യം ഭയങ്കര ക്ലോസ് ടു ഹാർട്ടായിട്ട് പുള്ളി ചെയ്ത പുള്ളിയുടെ വീഡിയോ പുള്ളിക്ക് അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ടാവാം. അപ്പം അഭിപ്രായങ്ങൾ പറയുന്നതിന് പ്രശ്നമൊന്നും ഞാൻ അന്നും പറഞ്ഞിട്ടില്ല, ഇന്നും പറഞ്ഞിട്ടില്ല. പടം കണ്ടിട്ട് പിന്നെ ഒരുപാട് ഫസ്റ്റ് ഡേ തന്നെ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിക്കുമ്പം ചെറിയ സിനിമകൾ ചിലപ്പം രക്ഷപ്പെടാതെ പോകും, അല്ലെങ്കിൽ ആൾക്കാർ കാണാതെ പോകും. ചിലപ്പോൾ എല്ലാവർക്കും ഒരേപോലെ സിനിമ കണക്ട് ആവണമെന്നില്ല, കണക്ട് ആവുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ തിയേറ്ററിൽ കാണാതെ OTT കണ്ടിട്ട് നല്ല സിനിമയായിരുന്നു എന്ന് പറഞ്ഞതിനേക്കാളും നല്ലത് തിയേറ്ററിൽ പോയി കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ട് ഗുണമുണ്ട് ദോഷമുണ്ട്, അത് അവരവരുടെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അതൊന്നും ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എല്ലാവർക്കും അവരവരുടെ ചാനലുണ്ട്, അവരവർക്കുള്ള അഭിപ്രായം. ഇപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ പടം ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത സുഹൃത്തിനെ വിളിച്ച് ചോദിക്കും എങ്ങനെയുണ്ടാ പടം, കാണാൻ കൊള്ളാമോ ഇല്ലെങ്കിലുണ്ട്. അത് അവരുടെ അഭിപ്രായം കേൾക്കുന്നവര് ഇപ്പൊ ആൾക്കാർ ചിലപ്പം യൂട്യൂബിലുള്ള വീഡിയോ കണ്ടിട്ട് സിനിമ കാണുന്ന ആൾക്കാരുണ്ടാവും. അതല്ലാതെ ചില ആൾക്കാർ ചിലപ്പം സിനിമ ഡയറക്റ്റ് എന്ത് സിനിമയാണെങ്കിലും കുഴപ്പമില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ ട്രെയിലർ അല്ലെങ്കിൽ ടീസർ കണ്ടിട്ട് കാണണമെന്ന് ഉള്ളിൽ ആഗ്രഹിച്ച് ട്രെയിലർ പോലും കാണാതെ സിനിമ കാണുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അപ്പൊ പിന്നെ അതൊരു ഇതിന്റെ ഭാഗമായിട്ട് അങ്ങനെ കൂടെ കൊണ്ടുപോകാൻ മാത്രമേ ഉള്ളൂ. സിനിമകൾ നല്ല സിനിമകളാണെങ്കിൽ തീർച്ചയായും ആൾക്കാർ കാണും, വിജയിക്കും, ചർച്ച ചെയ്യപ്പെടും. ഉറപ്പായിട്ടും നമ്മുടെ സിനിമ അതുപോലെ സംഭവിക്കുന്നുണ്ട്, ചെയ്യും.